എന്തുകൊണ്ടാണ് PV അൻവറിന്റെ പത്രിക തള്ളിയത്? അൻവർ അറിഞ്ഞുകൊണ്ടൊരുക്കിയ നാടകമെന്ന ആരോപണമുയരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ലഭിച്ച 25 നാമനിർദ്ദേശ പത്രികകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഡെമ്മി സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെ 7 പത്രികകളാണ് വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി തള്ളിയത്. ഇതിൽ വാർത്തയിൽ ഇടം പിടിച്ചത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളിയത് തന്നെ. എന്നാൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ അൻവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. പത്രിക തള്ളാൻ അറിഞ്ഞുകൊണ്ട് അൻവർ സാഹചര്യം ഒരുക്കിയതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മുമ്പ് 2 തവണ മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാൻ അൻവർ ഉണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് നാമനിർദ്ദേശ പത്രിക തള്ളൽ എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പ് തന്നെ PV അൻവർ താൻ സ്വതന്ത്രനായും പത്രിക നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്ട്രേഡ് പാർട്ടി അല്ലെന്നും ഈ കാരണത്താൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞാണ് സ്വതന്ത്രനായി പത്രിക നൽകുന്നതെന്നാണ് അൻവർ അവകാശപ്പെട്ടത്. ഈ പ്രശ്നം നേരത്തെ അറിയാമായിരുന്നിട്ടും ഇത് തിരുത്താൻ സമയമുണ്ടായിരുന്നിട്ടും അത് ചെയ്യാതെയാണ് അൻവർ നാമനിർദ്ദേശ പത്രിക നൽകിയത്. അൻവർ സ്വതന്ത്രനായി മത്സരിക്കാൻ നേരത്തെ ഉറപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് തള്ളുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ 2 തവണ LDF സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ കിട്ടിയ ഓട്ടോറിക്ഷ ചിഹ്നം ലഭിച്ചാൽ അൻവറിന് ഗുണമുണ്ടാകും. ഈ ചിഹ്നം വോട്ടർമാരിൽ സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ വോട്ടർമാരിലേക്ക് ചിഹ്നം പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇടത് വോട്ടുകളിൽ കുറച്ചെങ്കിലും ചോർന്നു കിട്ടാൻ സഹായിക്കുകയും ചെയ്യുമെന്ന കണക്കുകൂട്ടൽ അൻവറിനുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായുള്ള അൻവറിന്റെ പത്രിക കൂടാതെ SDPI നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നിവരുടെയും CPM ഡമ്മി സ്ഥാനാർത്ഥി അബ്ദുൽ സലീമിന്റെയും 3 സ്വതന്ത്രരുടെയും പത്രികകളാണ് തള്ളിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലി, CPM സ്ഥാനാർത്ഥി M സ്വരാജ്, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവരുടെയും ശിവസേന, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, സോഷ്യലിസ്റ്റ് ജനതാദൾ, SDPI എന്നീ പാർട്ടി സ്ഥാനാർത്ഥികളുടെയും അൻവർ അടക്കം 10 സ്വതന്ത്രരുടെയും പത്രികകളാണ് സ്വീകരിച്ചത്. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 5 വൈകുന്നേരം 3 മണി വരെയാണ്. ഇതിനുശേഷം അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കും. ജൂൺ 19 വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണും.